ഹലോ ഓൾ, പി എസ് സി ടേണിംഗ് പോയിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വിവിധ LDC, ഖാദി ബോർഡ് LDC എന്നീ പരീക്ഷകളുടെ ഒരു മിനി മോക്ക് ടെസ്റ്റാണ് ചെയ്യുന്നത്. കട്ട് ഓഫ് മാർക്ക് 25ആണ്. എല്ലാവരും വീഡിയോ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക. വീഡിയോ കണ്ടതിന് ശേഷം മാർക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം നോക്കാം. UAEയിൽ നടന്ന COP28 കാലാവസ്ഥാ ഉച്ചകോടിയിൽ കാർബൺ മീഥേൻ പുറന്തള്ളൽ സംബന്ധിച്ച് പുറത്തിറക്കിയ പ്രമേയം. ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, UAE കൺസെൻസസ്. UAEയിൽ നടന്ന COP28 കാലാവസ്ഥാ ഉച്ചകോടിയിൽ കാർബൺ മീഥേൻ പുറന്തള്ളൽ സംബന്ധിച്ച് പുറത്തിറക്കിയ പ്രമേയമാണ് UAE കൺസെൻസസ്. UAE കൺസെൻസസ് എന്ന പ്രമേയമാണ് UAEയിൽ നടന്ന COP28 കാലാവസ്ഥാ ഉച്ചകോടിയിൽ കാർബൺ മീഥേൻ പുറന്തള്ളൽ സംബന്ധിച്ച് പുറത്തിറക്കിയത്. അടുത്ത ചോദ്യം നോക്കാം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമിയായ സിയാച്ചിനിൽ ഓപ്പറേഷൻ പോസ്റ്റിലേക്ക് നിയമിക്കപ്പെട്ട ആദ്യ വനിതാ ആർമി മെഡിക്കൽ ഓഫീസർ. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഫാത്തിമ വസീം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമിയായ സിയാച്ചിനിൽ ഓപ്പറേഷണൽ പോസ്റ്റിലേക്ക് നിയമിക്കപ്പെട്ട ആദ്യ വനിതാ ആർമി മെഡിക്കൽ ഓഫീസറാണ് ഫാത്തിമ വസീം. ഫാത്തിമ വസീമിനെയാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമിയായ സിയാച്ചിനിൽ ഓപ്പറേഷണൽ പോസ്റ്റിലേക്ക് നിയമിക്കപ്പെട്ട ആദ്യ വനിതാ ആർമി മെഡിക്കൽ ഓഫീസർ. അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഒന്നു മാത്രം. ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയെന്ന് നോക്കാം. ഒന്നു മാത്രമാണ് തെറ്റായിട്ടുള്ളത്. ശരിയായിട്ടുള്ള ജോഡികൾ ഏതൊക്കെയെന്ന് നോക്കാം. ആധുനിക രസതന്ത്രത്തിൻ്റെ പിതാവ് ലാവോസിയ. ആധുനിക രസതന്ത്രത്തിൻ്റെ പിതാവ് ലാവോസിയയാണ്. കാർബണിക രസതന്ത്രത്തിൻ്റെ പിതാവ് ഫ്രെഡറിക് വോളർ. കാർബണിക രസതന്ത്രത്തിൻ്റെ പിതാവ് ഫ്രെഡറിക് വോളർ. രസതന്ത്രത്തിൻ്റെ പിതാവ് റോബർട്ട് ബോയിൽ. രസതന്ത്രത്തിൻ്റെ പിതാവ് റോബർട്ട് ബോയിൽ. ആധുനിക രസതന്ത്രത്തിൻ്റെ പിതാവ് ലാവോസിയ. കാർബണിക രസതന്ത്രത്തിൻ്റെ പിതാവ് ഫ്രെഡറിക് വോളർ. അടുത്ത ചോദ്യം. ലോഹങ്ങൾ നിർമ്മിക്കുന്നതിന് ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹാംശം അടങ്ങിയ പ്രകൃതിജന്യ വസ്തുക്കൾ. ഉത്തരം ഓപ്ഷൻ സി ആണ്, ധാതുക്കൾ. ലോഹങ്ങൾ നിർമ്മിക്കുന്നതിന് ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹാംശം അടങ്ങിയ പ്രകൃതിജന്യ വസ്തുക്കളാണ് ധാതുക്കൾ. ധാതുക്കൾ എന്നത് ലോഹങ്ങൾ നിർമ്മിക്കുന്നതിന് ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹാംശം അടങ്ങിയ പ്രകൃതിജന്യ വസ്തുക്കളാണ്. അടുത്ത ചോദ്യം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി ആണ്, 1, 2, 3. 1, 2, 3 ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. തമിഴ്നാട്ടിലെ വേദാരണ്യം കടപ്പുറത്ത് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് സി രാജഗോപാലാചാരിയാണ്. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പൻ. ഗുജറാത്തിലെ ധരാസനയിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് സരോജിനി നായിഡു. തമിഴ്നാട്ടിലെ വേദാരണ്യം കടപ്പുറത്ത് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് സി രാജഗോപാലാചാരിയാണ്. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പൻ. ഗുജറാത്തിലെ ധരാസനയിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് സരോജിനി നായിഡു. അടുത്ത ചോദ്യം. ഏത് ജ്ഞാനപീഠ ജേതാവിൻ്റെ ആത്മകഥയാണ് റവന്യൂ സ്റ്റാമ്പ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, അമൃത പ്രീതം. അമൃത പ്രീതത്തിൻ്റെ ആത്മകഥയാണ് റവന്യൂ സ്റ്റാമ്പ്. അമൃത പ്രീതം എന്ന ജ്ഞാനപീഠ ജേതാവിൻ്റെ ആത്മകഥയാണ് റവന്യൂ സ്റ്റാമ്പ്. അടുത്ത ചോദ്യം നോക്കാം. നവോത്ഥാന നായകരുടെ പേരും ആത്മകഥകളും നൽകിയിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. സി കേശവൻ, ജീവിത സമരം. EMS നമ്പൂതിരിപ്പാട്, ആത്മകഥ. VT ഭട്ടതിരിപ്പാട്, കണ്ണീരും കിനാവും. KP കേശവമേനോൻ, കഴിഞ്ഞ കാലം. സി കേശവൻ്റെ ആത്മകഥയാണ് ജീവിത സമരം. സി കേശവൻ്റെ ആത്മകഥ ജീവിത സമരം. EMS നമ്പൂതിരിപ്പാടിൻ്റെ ആത്മകഥ. EMS നമ്പൂതിരിപ്പാടിൻ്റെ ആത്മകഥയുടെ പേര് ആത്മകഥ എന്നാണ്. VT ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥ കണ്ണീരും കിനാവും. കണ്ണീരും കിനാവും VT ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥയാണ്. KP കേശവമേനോൻ്റെ ആത്മകഥ കഴിഞ്ഞ കാലം. കഴിഞ്ഞ കാലം KP കേശവമേനോൻ്റെ ആത്മകഥയാണ്. അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്ന ആണവ നിലയങ്ങളിൽ ശരിയല്ലാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്,
ശരിയായിട്ടുള്ള ജോഡികൾ ഏതൊക്കെയെന്ന് നോക്കാം. താരാപൂർ മഹാരാഷ്ട്ര, നറോറ ഉത്തർപ്രദേശ്, കൈഗ കർണാടകം. താരാപൂർ മഹാരാഷ്ട്രയിലെ ആണവ നിലയമാണ്. താരാപൂർ മഹാരാഷ്ട്രയിലാണ്. നറോറ ഉത്തർപ്രദേശ്. നറോറ എന്നത് ഉത്തർപ്രദേശിലെയാണ്. കൈഗ കർണാടകം. കർണാടകത്തിലെ ആണവ നിലയമാണ് കൈഗ. അടുത്ത ചോദ്യം, രക്തത്തിൻ്റെ pH മൂല്യം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. 7.35 മുതൽ 7.45 വരെ. രക്തത്തിൻ്റെ pH മൂല്യം 7.35 മുതൽ 7.45 വരെയാണ്. 7.35 മുതൽ 7.45 വരെയാണ് രക്തത്തിൻ്റെ pH മൂല്യം. അടുത്ത ചോദ്യം, ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളെ വിലയിരുത്തുക. പ്രസ്താവന 1, ലണ്ടൻ മിഷൻ സൊസൈറ്റി LMS നാഗർകോവിലിൽ അച്ചടിശാല ആരംഭിച്ചത് ഗൗരി പാർവതിഭായിയുടെ ഭരണകാലഘട്ടത്തിലാണ്. പ്രസ്താവന 2, തിരുവിതാംകൂറിൽ എല്ലാവർക്കും പുര ഓടുമേയാൻ അനുവാദം നൽകിയത് ഗൗരി പാർവതിഭായിയാണ്. ഉത്തരം ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം ശരിയാണ്. ലണ്ടൻ മിഷൻ സൊസൈറ്റി നാഗർകോവിൽ അച്ചടിശാല ആരംഭിച്ചത് ഗൗരി പാർവതിഭായിയുടെ കാലഘട്ടത്തിലാണ്. ഗൗരി പാർവതിഭായിയുടെ ഭരണകാലഘട്ടത്തിലാണ് ലണ്ടൻ മിഷൻ സൊസൈറ്റി നാഗർകോവിൽ അച്ചടിശാല ആരംഭിച്ചത്. അതുപോലെ ഗൗരി പാർവതിഭായിയാണ് തിരുവിതാംകൂറിൽ എല്ലാവർക്കും പുര ഓടുമേയാൻ അനുവാദം നൽകിയത്. തിരുവിതാംകൂറിൽ എല്ലാവർക്കും പുര ഓടുമേയാൻ അനുവാദം നൽകിയത് ഗൗരി പാർവതിഭായിയാണ്. അടുത്ത ചോദ്യം നോക്കാം. മാർത്താണ്ഡവർമ്മ കുലദൈവമായ ശ്രീപത്മനാഭന് തിരുവിതാംകൂർ രാജ്യത്തെ സമർപ്പിച്ച തൃപ്പടിദാനം നടന്ന തീയതി എന്നാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1750 ജനുവരി 3. 1750 ജനുവരി 3-നാണ് മാർത്താണ്ഡവർമ്മ കുലദൈവമായ ശ്രീപത്മനാഭന് തിരുവിതാംകൂർ രാജ്യത്തെ സമർപ്പിച്ച തൃപ്പടിദാനം നടന്നത്. മാർത്താണ്ഡവർമ്മ കുലദൈവമായ ശ്രീപത്മനാഭന് തിരുവിതാംകൂർ രാജ്യത്തെ സമർപ്പിച്ച തൃപ്പടിദാനം നടന്നത് 1750 ജനുവരി 3-നാണ്. 1750 ജനുവരി 3-നാണ് തൃപ്പടിദാനം നടന്നത്. അടുത്ത ചോദ്യം നോക്കാം. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ബോസ്റ്റൺ ടീ പാർട്ടിയുടെ എത്രാമത്തെ വാർഷികമാണ് 2023 ആചരിച്ചത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. 250. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ബോസ്റ്റൺ ടീ പാർട്ടിയുടെ 250-ാം വാർഷികമാണ് 2023 ആചരിച്ചത്. 2023 ബോസ്റ്റൺ ടീ പാർട്ടിയുടെ 250-ാം വാർഷികമാണ് ആഘോഷിച്ചത്. അടുത്ത ചോദ്യം, കോവിഡുമായി ബന്ധപ്പെട്ട ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്. കൊറോണ രക്ഷക് പോളിസി. കോവിഡുമായി ബന്ധപ്പെട്ട ആരോഗ്യ ഇൻഷുറൻസ് പോളിസിയാണ് കൊറോണ രക്ഷക് പോളിസി. കൊറോണ രക്ഷക് പോളിസിയാണ് കോവിഡുമായി ബന്ധപ്പെട്ട ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. അടുത്ത ചോദ്യം, G20 രാജ്യങ്ങളിലെ ലക്ഷ്യങ്ങളിൽ പെടാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. രാജ്യാന്തര വ്യാപാരത്തിൻ്റെ 75% ഉൽപ്പാദനം. ഇതാണ് G20 രാജ്യങ്ങളുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത്. അപ്പോൾ ഒരു G20 രാജ്യങ്ങളുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയെന്ന് നോക്കാം. ആഗോള സാമ്പത്തിക വളർച്ച പുനഃസ്ഥാപിക്കുക, രാജ്യാന്തര സാമ്പത്തിക വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുക, രാജ്യാന്തര ധനകാര്യ സ്ഥാപനങ്ങളുടെ നവീകരണം. ആഗോള സാമ്പത്തിക വളർച്ച പുനഃസ്ഥാപിക്കുക, രാജ്യാന്തര സാമ്പത്തിക വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുക, രാജ്യാന്തര ധനകാര്യ സ്ഥാപനങ്ങളുടെ നവീകരണം. ഇതൊക്കെയാണ് G20 രാജ്യങ്ങളുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നത്. അടുത്ത ചോദ്യം, പൂർണ്ണമായും വനിതകൾ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ഉപഗ്രഹം? ഉത്തരം ഓപ്ഷൻ എ ആണ്. വിസാറ്റ്. വിസാറ്റ് ആണ് പൂർണ്ണമായും വനിതകൾ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ഉപഗ്രഹം. പൂർണ്ണമായും വനിതകൾ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ഉപഗ്രഹം വിസാറ്റ് ആണ്. അടുത്ത ചോദ്യം, രാജ്യത്തെ ഏറ്റവും മികച്ച ടൂറിസം വില്ലേജിനുള്ള കേന്ദ്ര വിനോദസഞ്ചാര വകുപ്പിൻ്റെ ഗോൾഡ് അവാർഡ് ലഭിച്ചത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. കാന്തല്ലൂർ. രാജ്യത്തെ ഏറ്റവും മികച്ച ടൂറിസം വില്ലേജിനുള്ള കേന്ദ്ര വിനോദസഞ്ചാര വകുപ്പിൻ്റെ ഗോൾഡ് അവാർഡ് ലഭിച്ചത് കാന്തല്ലൂരിനാണ്. കാന്തല്ലൂരിനാണ് രാജ്യത്തെ ഏറ്റവും മികച്ച ടൂറിസം വില്ലേജിനുള്ള കേന്ദ്ര വിനോദസഞ്ചാര വകുപ്പിൻ്റെ ഗോൾഡ് അവാർഡ് ലഭിച്ചത്. അടുത്ത ചോദ്യം, ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്ന ആറന്മുള ഉത്രട്ടാതി വള്ളംകളി നടക്കുന്നത് ഏത് നദിയിലാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. പമ്പ. പമ്പയിലാണ് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി നടക്കുന്നത്. ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്ന ആറന്മുള ഉത്രട്ടാതി വള്ളംകളി നടക്കുന്നത് പമ്പ നദിയിലാണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ഒരേയൊരു പ്രകൃതിദത്ത ഓക്സ്ബോ തടാകമായ വൈന്തല ഏതു നദിയിലാണ് രൂപം കൊണ്ടിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. ചാലക്കുടിപ്പുഴ. കേരളത്തിലെ ഒരേയൊരു പ്രകൃതിദത്ത ഓക്സ്ബോ തടാകമായ വൈന്തല ചാലക്കുടിപ്പുഴയിലാണ് രൂപം കൊണ്ടിരിക്കുന്നത്. ചാലക്കുടിപ്പുഴയിലാണ് കേരളത്തിലെ ഒരേ ഒരു പ്രകൃതിദത്ത ഓക്സ്ബോ തടാകമായ വൈന്തല രൂപം കൊണ്ടിരിക്കുന്നത്.
അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏക പൗരത്വം എന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്തു നിന്നുമാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് ബ്രിട്ടൻ. ബ്രിട്ടനിൽ നിന്നുമാണ് ഇന്ത്യ ഏക പൗരത്വം എന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ ഏക പൗരത്വം എന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ്. അടുത്ത ചോദ്യം, ഇന്ത്യ സംസ്ഥാനങ്ങളുടെ യൂണിയൻ ആണെന്ന് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ് അനുച്ഛേദം 1. അനുച്ഛേദം 1 ഇന്ത്യ സംസ്ഥാനങ്ങളുടെ യൂണിയൻ ആണെന്ന് പ്രതിപാദിക്കുന്ന അനുച്ഛേദം. ഇന്ത്യ സംസ്ഥാനങ്ങളുടെ യൂണിയൻ ആണെന്ന് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 1. അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ് 1, 2, 3, 4. തന്നിരിക്കുന്ന 4 പ്രസ്താവനകളും ശരിയാണ്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് കൊഹിഷൻ ബലം. ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് കൊഹിഷൻ ബലം. വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് അഡ്ഹീഷൻ ബലം. വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് അഡ്ഹീഷൻ ബലം. അപ്പോൾ ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം കൊഹിഷൻ ബലം. വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം അഡ്ഹീഷൻ ബലം. ബ്ലാക്ക് ബോർഡിൽ ചോക്ക് കണങ്ങൾ പറ്റിപ്പിടിക്കാൻ കാരണം അഡ്ഹീഷൻ ബലമാണ്. ബ്ലാക്ക് ബോർഡിൽ ചോക്ക് കണങ്ങൾ പറ്റിപ്പിടിക്കാൻ കാരണം അഡ്ഹീഷൻ ബലമാണ്. അഡ്ഹീഷൻ ബലം എന്ന് വെച്ചാൽ വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം. ജലത്തുള്ളികളെ ജനൽ ഗ്ലാസിൽ ഒട്ടിച്ചു നിർത്തുന്ന ബലമാണ് അഡ്ഹീഷൻ ബലം. ജലത്തുള്ളികളെ ജനൽ ഗ്ലാസിൽ ഒട്ടിച്ചു നിർത്തുന്നതും അഡ്ഹീഷൻ ബലമാണ്. അഡ്ഹീഷൻ ബലം എന്ന് വെച്ചാൽ വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ്. കൊഹിഷൻ ബലം ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ബലമാണ് കൊഹിഷൻ ബലം. ബ്ലാക്ക് ബോർഡിൽ ചോക്കണങ്ങൾ പറ്റിപ്പിടിക്കുന്നതിനും ജലത്തുള്ളികൾ ജനൽ ഗ്ലാസിൽ ഒട്ടിച്ചു നിർത്തുന്നതും അഡ്ഹീഷൻ ബലമാണ്. അടുത്ത ചോദ്യം നോക്കാം. മൗസിൻ്റെ വേഗത രേഖപ്പെടുത്തുന്ന ഏകകം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് മിക്കി. മൗസിൻ്റെ വേഗത രേഖപ്പെടുത്തുന്ന ഏകകം മിക്കിയാണ്. മിക്കിയാണ് മൗസിൻ്റെ വേഗത രേഖപ്പെടുത്തുന്ന ഏകകം. അടുത്ത ചോദ്യം നോക്കാം. ഒരു നാമപദത്തെ മറ്റൊരു പദവുമായി ബന്ധിപ്പിക്കാൻ വിഭക്തിക്കു ശേഷം പ്രയോഗിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ് ഗതി. ഒരു നാമത്തെ മറ്റൊരു പദവുമായി ബന്ധിപ്പിക്കാൻ വിഭക്തിക്കു ശേഷം പ്രയോഗിക്കുന്നത് ഗതിയാണ്. ഗതിയാണ് ഒരു നാമപദത്തെ മറ്റൊരു പദവുമായി ബന്ധിപ്പിക്കാൻ വിഭക്തിക്കു ശേഷം പ്രയോഗിക്കുന്നത്. അടുത്ത ചോദ്യം, ശിവശിവ എന്തൊരു കാര്യമായി പോയി. ഈ വാചകത്തിലെ വ്യാക്ഷേപകം കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ എ ആണ് ശിവശിവ. ശിവശിവ എന്തൊരു കാര്യമായി പോയി എന്ന വാചകത്തിലെ വ്യാക്ഷേപകം ശിവശിവ എന്നതാണ്. അടുത്ത ചോദ്യം നോക്കാം. അവളോട് ദേഷ്യമായിരുന്നാലും കൂടെ പോയി എന്ന വാചകത്തിലെ ഘടകം കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി ആണ് എന്നാലും. അവളോട് ദേഷ്യമായിരുന്നാലും കൂടെ പോയി എന്ന വാചകത്തിലെ ഘടകം എന്നാലും എന്നതാണ്. എന്നാലുമാണ് തന്നിരിക്കുന്ന വാചകത്തിലെ ഘടകം. അടുത്ത ചോദ്യം, ഹേബിയസ് കോർപ്പസ് എന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം. ഉത്തരം ഓപ്ഷൻ എ ആണ് നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം. നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം എന്നതാണ് ഹേബിയസ് കോർപ്പസ് എന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം. ഹേബിയസ് കോർപ്പസ് എന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം എന്നതാണ്. അടുത്ത ചോദ്യം നോക്കാം. ഷീ നീഡ്സ് ടു കം ടുമാറോ ഡാഷ്. ഉത്തരം ഓപ്ഷൻ സി ആണ് ഡസൻറ്റ് ഷീ. ഷീ നീഡ്സ് ടു കം ടുമാറോ ഡസൻറ്റ് ഷീ. യു ഹാവൻ ഗോട്ട് എ കമ്പ്യൂട്ടർ ഡാഷ്. ഉത്തരം ഓപ്ഷൻ എ ആണ് ഹാവ് യു. യു ഹാവൻ ഗോട്ട് എ കമ്പ്യൂട്ടർ ഹാവ് യു. അടുത്ത ചോദ്യം, എവറിത്തിങ് ഈസ് ഓൾ റൈറ്റ് ഡാഷ്. ഉത്തരം ഓപ്ഷൻ എ ആണ് ഇസൻറ്റ് ഇറ്റ്. എവറിത്തിങ് ഈസ് ഓൾ റൈറ്റ് ഇസൻറ്റ് ഇറ്റ്. ഷീ ഹാർഡ്ലി സ്റ്റെപ്സ് ഔട്ട് ഓഫ് ഹെർ ഹോം ഡാഷ്. ഉത്തരം ഓപ്ഷൻ ബി ആണ് ഡസ് ഷീ. ഷീ ഹാർഡ്ലി സ്റ്റെപ്സ് ഔട്ട് ഓഫ് ഹെർ ഹോം ഡസ് ഷീ. ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ്. താങ്ക് യു ഓൾ.